മൈക്രോസോഫ്റ്റ് ഓഫീസ് വേഡ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പേജ് ലേഔട്ടിലെ സൈസ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ പേജ് ലേഔട്ട് എടുക്കാം. സൈസിലേക്ക് വരാം. സൈസ് എടുക്കുമ്പോൾ അവിടെ ലെറ്റർ ഡിഫോൾട്ട് ആയിട്ട് ലെറ്റർ A4 എന്നൊക്കെ കാണാം. മോർ പേപ്പർ സൈസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പേപ്പർ സൈസ് കാണാനായിട്ട് പറ്റും. അതിൽ നിന്ന് നമുക്ക് വേണ്ട പേപ്പർ ഏതാണോ, നമ്മൾ യൂസ് ചെയ്യുന്ന പേപ്പർ ഏതാണെങ്കിൽ അതെടുക്കാം. സാധാരണ നമ്മളെല്ലാവരും A4 ഷീറ്റാണ് യൂസ് ചെയ്യാറ് പ്രിന്റിനായിട്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ A4 ഷീറ്റ് സെലക്ട് ചെയ്യാം. അല്ല നമുക്ക് ലെറ്റർ ആണ് എടുക്കുന്നതെങ്കിൽ ലെറ്റർ എടുക്കാം. പ്രിവ്യൂ നമുക്ക് കാണാം. അതിന്റെ വിഡ്ത്തും ഹൈറ്റും ഇവിടെ ഡീഫോൾട്ട് ആയിട്ട് സെറ്റ് ചെയ്ത് വന്ന് എടുക്കുന്നുണ്ടാവും. അതെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന പേപ്പർ ആണെങ്കിൽ കസ്റ്റം സൈസ് എടുക്കാം. നമ്മുടെ പേപ്പറിന്റെ വിഡ്ത്തും ഹൈറ്റും എത്രയാണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാം. ഇനി A5 പേപ്പർ ആണെങ്കിൽ A5 ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന പേപ്പർ എന്ന് വെച്ചാൽ അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. A5 ആണെങ്കിൽ A5, A3 ആണെങ്കിൽ A3 ഏതാന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്ലൈ ടു നമുക്ക് മുഴുവൻ ഡോക്യുമെന്റിൽ വേണമെങ്കിൽ ഓൾ ഡോക്യുമെന്റ് എടുത്തിടാം. സെക്ഷൻ ആണെങ്കിൽ ആ സെക്ഷൻ കൊടുക്കാം. അപ്പോൾ ആ സെക്ഷൻ മാത്രമാണ് നമ്മൾ സെറ്റ് ചെയ്ത പേപ്പറിന്റെ സൈസിലേക്ക് വരുള്ളൂ. അപ്പൊ നമ്മൾ ഒരു സെക്ഷൻ A4 ചെയ്യുന്നത്, അടുത്ത സെക്ഷൻ A5 ചെയ്യുന്നതെങ്കിൽ നമ്മൾ ദിസ് സെക്ഷൻ സെലക്ട് ചെയ്തിട്ട് ആ സെക്ഷൻ കൊടുക്കാം. എന്നിട്ട് ഓക്കെ കൊടുക്കാം. ഇപ്പൊ ഞാനിവിടെ നിന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് A4 പേപ്പറാണ്. അപ്പോൾ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് A4 ഷീറ്റാണ്. എന്നിട്ട് ഓക്കെ കൊടുക്കാം. അപ്പോൾ നമ്മുടെ പേപ്പറിന്റെ സൈസ് A4 മാറിയിട്ടുണ്ടായിരിക്കും. കസ്റ്റം സൈസ് ആണെങ്കിൽ നമുക്ക് കസ്റ്റം സൈസ് കൊടുക്കാനായിട്ട് പറ്റും. ഇന്നത്തെ വേഡ് ക്ലാസ് ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം.